നോക്കാനുള്ളത് 5ാമത്തെ പാഠഭാഗമായ കുഞ്ഞുണ്ണി കവിതകൾ. ഈ ഒരു അധ്യായം നമുക്കൊന്ന് നോക്കാം. കുഞ്ഞുണ്ണി മാഷ്. മനസ്സിലായല്ലോ. 1927 മെയ് 10 വലപ്പാട് അതിയാരത്ത് വീട്ടിൽ ജനിച്ചു. ദീർഘകാലം അധ്യാപകനായി കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചു. കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ കവിയായിരുന്നു ഇദ്ദേഹം. രാമകൃഷ്ണാശ്രമത്തിൽ ഏറെ നാൾ താമസിച്ചു. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട്ടാണ് വസിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഊണു തൊട്ട് ഉറക്കം വരെ, കുഞ്ഞുണ്ണി കവിതകൾ, കുറ്റിപ്പെൻസിൽ തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. മനസ്സിലായല്ലോ. ഊണു തൊട്ട് ഉറക്കം വരെ, കുഞ്ഞുണ്ണി കവിതകൾ, കുറ്റിപ്പെൻസിൽ തുടങ്ങിയവയാണ്. ഈ കവിതയിൽ 4 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് നോക്കാം. മാനത്ത് മിന്നുന്നത് മാക്കാച്ചി തവളകളുടെ കണ്ണാണ്. വെള്ളത്തിൽ കിടക്കുന്നതോ മാനത്തെ മാണിക്യമുത്തു. പെണ്ണ് പൊന്നിൻ്റെ മറ്റൊരു രൂപമാണ്. പൊന്നാകട്ടെ മണ്ണിൻ്റെ കട്ടച്ചോരയും സ്വയം അറിയാത്തവരാണ് ഞാനെന്നു പറയുന്നത്. ഇങ്ങനെ പറയാൻ കവി ആരാണ്? സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളോടാണോ? ഇതാണ് ആദ്യത്തെ ഭാഗത്തിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ. ഇനി 2ാമത്തെ ഭാഗം എന്താണെന്ന് നോക്കാം. ഇരിഞ്ഞാലക്കുടയിലുള്ള അകത്തോട്ടു വാര്യത്താണ് ഉണ്ണായി വാര്യർ ജനിച്ചത് എന്നത്ര ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം. ഗവേഷകർ ഉണ്ണായി വാര്യർ ജനിച്ചത് അകത്തോട്ട് വാര്യത്താണോ പുറത്തോട്ട് വാര്യത്താണോ അതോ മറ്റേതെങ്കിലും വാര്യത്താണോ എന്നുറപ്പിക്കാൻ വേണ്ടി ശണ്ട കൂടുമ്പോൾ ഒരു സത്യം ഇവിടെ വിശദമാണ്. അത് ഉണ്ണായി വാര്യർ എന്ന ഒരാളുണ്ടായി എന്നും അദ്ദേഹം ശ്രേഷ്ഠമായ അകത്തോട്ട് നടത്തിയതിനു ശേഷം പുറത്തോട്ട് നടത്തിയ ആളാണ് എന്നുള്ള കാര്യം. അതായത് ലോകശാസ്ത്രങ്ങൾ അവബോധം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം സാഹിത്യം സൃഷ്ടി നടത്തിയത് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. 3ാമത്തെ ഭാഗത്തിൻ്റെ അർത്ഥം പെണ്ണു കാണാൻ പോകുമ്പോൾ കാണുവാൻ വേണ്ടത് കണ്ണാണല്ലോ എന്നു വെച്ച് കണ്ണു മാത്രം കരുതിയാൽ പോരാ, കണ്ണാടിയും കൂടെ കൊണ്ടുപോകണം. കണ്ണാടിക്ക് കണ്ണട എന്നു പറയും. കണ്ണാടിയിൽ മുഖം കണ്ട് തങ്ങളുടെ കുറവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെണ്ണിനും ചെറുക്കനും തീരുമാനത്തിലെത്താൻ വിഷമമുണ്ടാകില്ല എന്നാണ് ഈ ഈരടിയുടെ ഒരു ധ്വനി. മനസ്സിലായല്ലോ. ഒരു ധ്വനി പറഞ്ഞ ഒരർത്ഥം. 4ാമത്തെ ഭാഗത്തിൻ്റെ അർത്ഥം അടിച്ചു തളി ഏത് വീട്ടിലും പതിവായി നടത്തുന്ന ഏർപ്പാടാണല്ലോ. ഗൃഹാന്തരീക്ഷം ശുചിയാക്കുവാൻ എല്ലാവരും ഉപയോഗിക്കുന്നത് ചൂല് തന്നെ. നല്ല ഒരു ചൂല് മനസ്സിലുണ്ടായാൽ മനസ്സും വൃത്തിയാക്കാം. നമ്മൾ നന്നാവാൻ അതുമതി എന്നാണ് വിവക്ഷ അർത്ഥം. മനസ്സിലായല്ലോ. ഇതാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊന്ന് നോക്കാം. അപഗ്രന്ഥന ചോദ്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു അപഗ്രന്ഥന ചോദ്യങ്ങൾ?
ചോദ്യങ്ങളൊന്ന് നോക്കാം. പെണ്ണ്, പൊന്ന് എന്നിവയെക്കുറിച്ച് കവി നൽകുന്ന നിർവചനം വിശദീകരിക്കുക. ഉണ്ണായി വാര്യരുടെ കവിതയ്ക്കുള്ള പ്രത്യേകതകൾ എന്തെല്ലാം? കുഞ്ഞുണ്ണി കവിതകളുടെ പ്രത്യേകതകൾ ചൂണ്ടിക്കാട്ടുക. ഇതൊക്കെയാണ് ഇതിലെ ചോദ്യങ്ങൾ. ഇതൊക്കെയായിരുന്നു ഈ 3 ഇതിലെ അപഗ്രഥന ചോദ്യങ്ങൾ. ഇതിനുള്ള ഉത്തരങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. എന്താ ആദ്യത്തെ ചോദ്യം? എന്തായിരുന്നു? പെണ്ണ്, പൊന്ന് എന്നിവയെ കുറിച്ച് കവി നൽകുന്ന നിർവചനം വിശദീകരിക്കുക. എന്തായിരുന്നു? നമുക്ക് നോക്കാം. ഭംഗി, ആകർഷത്വം, മൂല്യം തുടങ്ങിയ പ്രത്യേകതകൾ വെച്ച് നോക്കുമ്പോൾ പെണ്ണും പൊന്നും തമ്മിൽ രൂപത്തിലെ വ്യത്യാസമുള്ളൂ. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മൂലകിൽ സുലഭം. മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ കവി കുഞ്ചൻ നമ്പ്യാർ. പെണ്ണിനും പൊന്നിനുമുള്ള മറ്റൊരു സമാനത ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ നിർവചനത്തിൽ ആ സൂചനയും ഇല്ലാതില്ല. മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഉണ്ണായി വാര്യരുടെ കവിതയ്ക്കുള്ള പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? ഉണ്ണായി വാര്യരുടെ ജന്മഗൃഹം, ജീവിതകാലം എന്നിവയെക്കുറിച്ച് അഭിപ്രായ ഭേദം കണ്ടേക്കാമെങ്കിലും അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നും അദ്ദേഹം രചിച്ച ആട്ടക്കഥയാണ് നളചരിതം എന്നും ഉള്ള കാര്യത്തിൽ ആർക്കും തർക്കം കാണില്ല. ഏറെ പാണ്ഡിത്യം നേടിയ ആളായിരുന്നു വാര്യർ. നേടിയ അറിവിനെ പാകപ്പെടുത്തിയ ശേഷമേ അദ്ദേഹം രചനയ്ക്കൊരുങ്ങുകയുള്ളൂ. ആട്ടക്കഥയ്ക്ക് ഗ്രന്ഥരൂപം നൽകുന്നതിനു മുമ്പ് അതു പലകുറി അരങ്ങത്തവതരിച്ച് അറ്റകുറ്റങ്ങൾ തീർക്കുകയും ഉണ്ടായി. ഒന്നേ എഴുതിയുള്ളൂ കുറ്റമറ്റ ഗ്രന്ഥങ്ങൾ രചിക്കുന്നവർക്ക് വളരെ അധികം എഴുതിക്കൂട്ടാൻ ഒക്കില്ലല്ലോ. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അടുത്തത് കുഞ്ഞുണ്ണി കവിതകളുടെ പ്രത്യേകതകൾ ചൂണ്ടിക്കാട്ടുക. എന്തായിരുന്നു? കുറഞ്ഞ വാക്കുകളിൽ ഏറെ ആശയങ്ങൾ ഒതുക്കുന്ന കവിയാണ് കുഞ്ഞുണ്ണി. കുറഞ്ഞ വാക്കുകളിൽ ഏറെ ആശയങ്ങൾ ഒതുക്കുന്ന കവിയാണ് കുഞ്ഞുണ്ണി. പഴഞ്ചൊല്ലുകളുടെയും കടങ്കഥകളുടെയും താളവും ഒതുക്കവും ഉള്ളവയാണ് മിക്കവയും. മനസ്സിലായല്ലോ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് പല തലങ്ങൾ ഉണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പരിചിതമായ കാര്യങ്ങൾ പോലും കുഞ്ഞുണ്ണി പറയുമ്പോൾ അതിന് പുതിയ ഒരു ആസ്വാദന തലം കണ്ടെത്താൻ നമുക്ക് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് അപഗ്രഥന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ. ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിൽ നോക്കാം. അടുത്ത പാഠഭാഗം ഒന്ന് നോക്കാം നമുക്ക്. അടുത്ത പാഠഭാഗം ഒരു രചനയാണ്. ഡയറി കുറിപ്പുകളാണ്. അടുത്തതെന്ന് വെച്ചാൽ ഇത് രചന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ഡയറി കുറിപ്പുകളാണ് അടുത്തത്. അതാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്, ഡയറി കുറിപ്പുകൾ. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ, ജീവിതത്തിൽ പ്രധാന സംഭവങ്ങൾ വിശദീകരിക്കുന്നതെങ്ങനെ, ഒരു ഡയറി കുറിപ്പുകൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ സ്വീകാര്യത തന്നെയാണ്. വരുന്നവർക്കും പോകുന്നവർക്കും അല്ല, യഥേഷ്ടം മറിച്ചു നോക്കുവാൻ സൗകര്യപ്പെടുന്ന മട്ടിൽ അലക്ഷ്യമായി മേശപ്പുറത്ത് ഇടാനുള്ളതല്ല നിങ്ങളുടെ ഡയറി. ഇവിടെ ഡയറി എഴുത്തുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അധ്യായമാണ് ഇത്. ഈ കവിത നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ വായിക്കുമ്പോൾ തന്നെ കൃത്യമായി
മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഡയറി കുറിപ്പുകൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന്, ഡയറി എഴുതുന്നതിന് ഉചിതമായ സമയം തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ, ഡയറി കുറിപ്പുകൾ എന്നത് ഒരു ചെറുതാക്കിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്.